അച്ഛൻ ഇവിടെ നിന്ന് നോക്കി ചിരിക്കുന്നു കേട്ടോ. ഞാൻ എന്താണ് ഗോഷ്ടി കഴിക്കണേ പറഞ്ഞിട്ട്. അപ്പൊ ഒന്നുകൂടി ഹലോ ഗായ്സ്. അമ്മേ ചാടി എത്തിയത് ഭാഗ്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ ആവാറായിട്ടുണ്ടോ? ഇല്ലേ അമ്മ? എന്താച്ചാ ഞാൻ അപ്പൊ കുഴപ്പമില്ല. ഞാൻ ഹായ് ഗായ്സ് എന്നല്ല, ഹലോ ഗായ്സ് എന്ന് പറയാറ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അമ്മയാണോ ഹലോ ഗായ്സ്? അമ്മയുടെ ഹായ് പറയാ. ഹലോ അമ്മ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ആണ്. ആണോ? അമ്മേനെ ഞാൻ ഗായ്സ് എന്ന് പറയാറേ. യോ ഗായ്സ്, യോ ബ്രോ. എവിടെയാ എന്റെ ഭർത്താവ്? ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. ഓണത്തിന്റെ തലേ ദിവസം, അതായത് ഉത്രാടം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉത്രാടപ്പാച്ചലിന് ഇറങ്ങണം. വൈഷു ഇവിടെ ഒരു കോളിലാണ്. രാവിലെ തൊട്ട് ഇവിടെ നല്ല ഗംഭീര മഴയാണ് കേട്ടോ. ഈ മഴയുടെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ. ഇവിടെ വൈഷു അമ്മയും അച്ഛനും കൂടി ഇരുന്നിട്ട് കുളു മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ ചുറ്റിപ്പറ്റി നടന്നു, കുറച്ച് ഹെൽപ്പ് ചെയ്യാനാന്ന് പറഞ്ഞു. ഇതാണ് നമ്മളുടെ ഉച്ചയ്ക്ക് അകത്താവാനുള്ള മീൻ. ദിസ് ഇസ് മിസ്റ്റർ പാര. അച്ഛൻ്റെയും കരാവിരുതുകളാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണി പ്ലാന്റ്. വീടിനൊരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പോ നമ്മള് ഇപ്പോ ഫിഷ് ഹാർബറിൽ പോവാണ് അല്ലേ അമ്മ? ഹാർബർ അല്ലേ ഇത്? ഹാർബറിൽ പോവാണ്. നല്ല പെടയ്ക്കണ മീൻ മേടിക്കാൻ. അപ്പൊ ഞാൻ ഇതുവരെ ഒരു ഫിഷ് ഹാർബറിൽ പോയിട്ടില്ല, ഫിഷ് മാർക്കറ്റിൽ പോയിട്ടില്ല. ഓ എലോവേറ അത്? അപ്പൊ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂട്ടാം. തരുവാ? മീൻ കച്ചവടക്കാരും കൂടെ എടുത്തു കഴിഞ്ഞാൽ മീൻ തരും നമ്മ പറയണ്ട. അപ്പൊ നമുക്ക് മീനിനെ എടുക്കാം. അവരെ എടുക്കാം. നമുക്ക് പോയി വരാം. ബൈ മാ. തിരിച്ചു വരുന്ന വഴി, മീനും മേടിച്ച് തിരിച്ചു വരുന്ന വഴി നമ്മൾക്ക് പൂ മേടിക്കണം. പൂക്കളോടാണുള്ള. നാളെയാണ് ഓണം. അപ്പോൾ അതൊക്കെയുണ്ട് പരിപാടികൾ. അച്ഛനാണ് നമ്മളെ അക്കമ്പനി ചെയ്യണം. അച്ഛനാണ് നമുക്ക് മീൻ മേടിക്കാനുള്ള എല്ലാ ഗൈഡൻസും തരുന്നത്. അച്ഛൻ എന്ത് സംഭവം? ഫ്രഷ് മീൻ മാർക്കറ്റിലേക്ക് വരണം. എന്താണിത്? ഹാർബർ. അപ്പൊ കടലിൽ പോയിട്ട് പിടിച്ചുകൊണ്ടുവന്ന് മീൻ അവിടെ കൊണ്ടുവന്നിട്ട് ലേലം വിളിച്ചിട്ട് ആൾക്കാര് കൊണ്ടുപോകും കച്ചവടത്തിന് വേണ്ടിട്ട്. ഓക്കെ, അതാണ് നമ്മൾ മേടിക്കും. ഹോട്ടലുകാര് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ? ടെമ്പോ മറ്റേ ഇതുപോലത്തെ ചെറിയ ഗൂഡ്സ് വണ്ടി അതെല്ലാം ആള് പല സ്ഥലത്തു നിന്ന് വന്നിട്ട് ഗൂഡ്സ് കണക്കിന് ഒന്നിച്ച് ലേലം വിളിച്ചിട്ട് അങ്ങ് കൊണ്ടുപോകും. സ്പോട്ട് ലേലം. നമുക്ക് ലേലം വിളിക്കുന്നത് ലോട്ടായിട്ട് എടുക്കാം. ചിലപ്പോ പൈസയും നമുക്ക് അത്ര വേണ്ടെങ്കിൽ ചില 1-2 ചില്ലറ വിൽപ്പനക്കാരുണ്ടാണ്. അയക്കൂറെ അങ്ങനത്തെ എല്ലാം മറ്റേ ചെറിയ ഒരാള് അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അവരെടുക്കുന്ന ലേലം വിളിച്ചിട്ട് ഇങ്ങനെ ലൂസായിട്ട് അപ്പൊ ലേശം പൈസ കൂട്ടിയിട്ടായിരിക്കും അല്ലേ? മറ്റേ അവര് ലേശം പൈസ അവർക്ക് അവരെ ലാഭം കൂടി എടുത്തിട്ട് അപ്പൊ അങ്ങനെ മതിയല്ലോ. വേണ്ടുന്നവരാണെങ്കിൽ ലോട്ടായിട്ട് അവര് ലേലം വിളിച്ചിട്ട് ഉറപ്പിച്ചിട്ട് ഓക്കെ. ഇത് എവിടെയൊക്കെ പൂവുണ്ടല്ലോ, അപ്പൊ പൂവ് മേടിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ലോട്ടായിട്ട് വേണ്ട, നമുക്ക് കുറച്ച് മതി. അപ്പൊ അതിന് നമുക്ക് അതെ ആദ്യം ഉണ്ടോ നോക്കാം. ഉത്രാടം അല്ലേ ഇന്ന്? ഉത്രാടം. കുറച്ച് മുല്ലപ്പൂവും വേണേ. നാളെ മുല്ലപ്പൂ വയ്ക്കാം എനിക്ക് അമ്മയ്ക്ക്. ദിസ് ഇസ് ദ ഹാർബർ, ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം. നമ്മളിവിടെ കാറാണെങ്കിൽ 40 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിക്ക് കയറണം. അല്ലെങ്കിൽ ആളൊന്നിന് 10 രൂപയാണ് കയറാൻ. അപ്പൊ ജനത്തിരക്ക് നിയന്ത്രിക്കാനായിരിക്കില്ലേ അത്? എന്റെ ഫസ്റ്റ് ടൈമാണ് ഹാർബറിൽ. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. നല്ല ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വൈഷു കാറ് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പൊ വരും. Come on, let's go fish shopping. ഫ്രഷ് നല്ല തിരക്കുണ്ട് കേട്ടോ ഹാർബറിൽ.
ഓരോ സൈഡിൽ നിന്ന് നമുക്ക് ലേലം വിളി കേൾക്കാം, ആൾക്കാർ വിൽക്കാൻ നോക്കുന്നത്. ഞാൻ കുറച്ച് നേരം നിന്നെങ്കിൽ ലേലം വിളിയെ കാണുമായിരുന്നു. പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. നെമ്മീനല്ലേ ഇത്? ചൂരയത് നെമ്മീനല്ല. അച്ഛനെല്ലാം പറഞ്ഞ് സെറ്റാക്കി തന്നു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങി. ഞാൻ വൃത്തിയായിക്കോളാം. അയിലയും മേടിച്ചു. ഇത് കുട്ടി അയില, അത് ബിഗ് അയില. ഞങ്ങൾ മേടിച്ചത് നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ. അതിന്റെ ലേലം വിളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലിയ ചെമ്മീനുണ്ടായിരുന്നു. ഐസും കിട്ടും. അപ്പൊ ഞങ്ങൾ അരുൺചേട്ടൻ്റെ അടുത്ത് ഐസ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതില് ഐസ് നിറച്ചിട്ട് ഈ മീൻകുട്ടപ്പന്മാരെയൊക്കെ അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് മാർക്കറ്റിലും പോകണം ഇനി. അപ്പൊ ഐക്കൂറയും മേടിച്ചിട്ട് നമുക്ക് പോവാം. ഇതാണ് നമ്മളുടെ ഐസ് ബോക്സ്. അപ്പൊ നമ്മളുടെ മീൻ ഷോപ്പിംഗ് കുറച്ച് കഴിഞ്ഞു. വൈഷുവിന് ഐക്കൂറ വേണം, നെമ്മീൻ. വിചാരിച്ച പോലെ അങ്ങോട്ട് മീൻ കിട്ടിയില്ല. ഇന്ന് രാവിലെ തീർന്നു അത്ര. പിന്നെ ഇന്ന് അത്ര ഉണ്ടായിട്ടില്ല. ഇന്ന് വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞ അത്ര മീൻ. അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി നോക്കാം നെമ്മീൻ കിട്ടുമെന്ന്. നെമ്മീൻ കിട്ടുമെന്ന്. നമ്മള് പടന്നക്കാട് പോവാണ്. ഒരു 10 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. ഒരു ഡ്രൈവ് പോയല്ലോ. അപ്പൊ നമ്മൾക്ക് ഐക്കൂറ കിട്ടിയേ ഒക്കോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോയി നോക്കാം അവിടെ. നമ്മൾ അടുത്ത ഒരു കുഞ്ഞു മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഭയങ്കര വലിയ ആവോലി. നമ്മുടെ ഐക്കൂറ നമ്മളിതേ ഒരു ഐക്കൂറ ആക്കിയിട്ടുണ്ട്. നങ്ക്, ക്രാബ്, ചുര. നമ്മുടെ ഐക്കൂറയും സെറ്റ്. വൈഷോ നിക്ക്. ഐക്കൂറ ഓൾസോ സെറ്റ്. ഐക്കൂറ കിട്ടേണ്ട സന്തോഷം. എന്റെ വീട്ടിലേക്കല്ലേ? എന്റെ വീട്ടിലേക്ക്. റോഡ് കേട്ടോ. ഓ ഇതിപ്പോ ഉണ്ടാക്കിയതാ ഈ ഹൈവേ. അടുത്തത് നമ്മൾ പോയത് അത്തപ്പൂക്കളം ഇടാനുള്ള പൂ മേടിക്കാനാണ് കേട്ടോ. ഓണത്തിന് തലേ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല വില പറയാനുണ്ടായി പൂവിന്. അങ്ങനെ കുറച്ച് പൂവൊക്കെ മേടിച്ചു. ഇനി നമുക്ക് ആകെ ഉള്ളത് മുല്ലപ്പൂ മേടിക്കാനാണ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ഞാൻ പൂവിന്റെ കാര്യം ഉദ്ദേശിച്ചത്. മീൻപൊരി ലഞ്ച് ടൈം. മീൻപൊരി ആൻഡ് രാവിലത്തെ മുട്ടക്കറി. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മീനില്ലാണ്ട് ഒരു ദിവസം പോലും ഊണ് കഴിക്കില്ല കേട്ടോ. ബിക്കോസ് എല്ലാ ദിവസവും നിർബന്ധമാണ് മീൻ. അമ്മ പെസ്കിറ്റേറിയൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മാത്രമേ കഴിക്കാറുള്ളൂ നോൺ വെജിൽ. ബാക്കിയൊന്നും കഴിക്കില്ല നോൺ വെജ് ഐറ്റംസ്. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ എല്ലാം കഴിക്കുന്ന കൂട്ടത്തിലാണ്. അമ്മയും അച്ഛനും കൂടി ഒക്ടോബറിൽ ഒരു ട്രിപ്പിന് പോവുകയാണ്. കുളു, മണാലി, അമൃത്സർ അങ്ങനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു പോപ്പുലർ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകണേ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഇതേ മാളിലേക്ക് പോവാം. ഞാനിങ്ങനെ അനന്തശയനത്തിൽ കിടന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ട് എന്നെ പൊക്കാൻ. മമ്മി ജി. ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ലഞ്ചായിരുന്നു കേട്ടോ. നല്ല ഊണ് കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളി ഉറക്കവും കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് വൈകിട്ട്. ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട്. ഒരു 15 മിനിറ്റ്സ് അപ്പുറം ഒരു ബീച്ച് ഉണ്ട്. ബീച്ചിന്റെ പേര് അമ്മ പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. അമ്മ ഇന്നലെ പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇന്നലെ വർക്കിംഗ് ഡേ അല്ലേ, അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്, ഓണത്തലേന്ന് ഉത്രാട ദിവസമാണ്. അപ്പൊ ഞാൻ ഓർത്തു ബീച്ചിലേക്ക് പോയി കാഴ്ചകളൊക്കെ കണ്ട് എന്നിട്ട് നമുക്ക് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. സോ അതിനുള്ളൊരു ചെറിയ മേക്കപ്പ് ചെയ്യണമല്ലോ, അതാണ് നമ്മൾ ചെയ്യണേ. ബാ. ഞാൻ ബ്ലൂ ഡ്രസ്സ് ആയതുകൊണ്ട് ബ്ലൂ കണ്ണെഴുതാന്ന്, ബ്ലൂ ഐലൈനർ വെച്ച് കണ്ണെഴുതാന്ന് വിചാരിച്ചു. ഇത് ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഇതും കൂടി ചെയ്യാം. എന്റെ മുഖത്തൊക്കെ നിറയെ കുരു വരണം, എന്താന്ന് മനസ്സിലാവണില്ല.
ഇനി വീട്ടിൽ പോയിട്ട് വേണം ബാക്കി സ്കിൻ കെയർ ചെയ്ത് തുടങ്ങാൻ. അപ്പം നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോവാം. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ബ്ലഷ് ഞാൻ യൂസ് ചെയ്യണേന്ന്. ഈ കീക്കോന്റെ ബ്ലഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. ഇത് ഞാൻ ആംസ്റ്റർഡാമിൽ ഐഷു ആംസ്റ്റർഡാം എന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. സോ ഇതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്ലഷസ്. ഒരു റെഡ് കളറാണ് എനിക്ക്. അപ്പം ഞാൻ ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ മേക്കപ്പ് ഐറ്റംസിൽ ഒന്നും ഇടാണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ബ്ലഷ് ഇടാണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലഷ് ഇടുക എന്നുള്ളത്. അപ്പോൾ ദേ നമ്മൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വെയിലാറാൻ വേണ്ടി കാത്തു നിന്നാണ് കേട്ടോ. ഭാഗ്യത്തിനൊന്നും മഴയില്ല, അതുകൊണ്ട് വെയിലൊക്കെ താന്നു. അപ്പോൾ നമ്മൾ ദേ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇതാണ് ശരിക്കുള്ള ഉത്രാടപ്പാച്ചിൽ. എന്താ തിരക്ക് അറിയോ ഇവിടെ ജംഗ്ഷനില്. എല്ലാരും ഇവിടെ പുറത്തുണ്ട്, എല്ലാരും പുറത്തുണ്ട് ഉത്രാടപ്പാച്ചിലായിട്ട്. എന്താ മുട്ട പഫ്സ് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. കേട്ടുന്നില്ല, ഇല്ല ഇവിടെ നിർത്താൻ പറ്റില്ല. പോന്നു ഇത്തിരി ഓടിക്കായിരുന്നു അച്ഛാ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു വിശപ്പ്, ഒരു മുട്ട പഫ്സ് കഴിക്കാനുള്ളൊരു കൊതി. അങ്ങനെ ദേ വൈഷുവിനെ വിട്ട് മുട്ട പഫ്സ് മേടിപ്പിച്ചു. പഫ്സ് ഒരു ഇത്തിരി തണുത്തിരുന്നോട്ടോ, അത്ര ക്രഞ്ചിനെസ് പോരാ, പക്ഷെ എൻ്റെ ക്രേവിങ്ങിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് കഴിച്ചിട്ട് നേരെ ബീച്ചിലേക്ക്. നല്ല വഴികളാണ് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളിത് പുലിമൂട്ട് ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നടക്കണം, കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ അപ്പുറത്തേക്ക്. അപ്പൊ നമുക്ക് നടന്നു പോവാം. ഇവിടെ അമ്മയും മോനും കൂടി നല്ല അടി ബഹളാണ്. അവിടേക്ക് പോണം നമുക്ക്. നല്ല ഭംഗിയുള്ള സൺസെറ്റ് കാണാട്ടോ ഇവിടുന്ന്. നല്ല ക്ലിയർ വ്യൂ ആണ്, ഭയങ്കര ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. ഞാൻ ആതിര അഭിയേട്ടനൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി, ഞാൻ വൈഷു ആതിര അഭിയേട്ടനൊക്കെ കൂടി വന്നിട്ടുണ്ട് ഇവിടെ ഒരിക്കല്. അച്ഛനും അമ്മയും വന്നില്ല, അപ്പൊ അച്ഛനും അമ്മയും സായുവിനെ നോക്കിയില്ലേ അന്നേരം. നമ്മള് 4 പേര് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ബീച്ചിനെ കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. ഞങ്ങൾ ഓർത്തിരുന്ന ഉത്രാടമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു, പക്ഷെ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ചു ഇരിക്കാൻ, എന്നിട്ടിരുന്ന് സൺസെറ്റ് കണ്ടു. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ കേട്ടോ, അധികം ആൾക്കാരും ബഹളമൊന്നുമില്ല. അങ്ങനെ സൺസെറ്റ് കണ്ട് ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോവാണ്. ഈ ചേട്ടൻ കുറേ നേരം നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിട്ടോ, പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായില്ല. പക്ഷെ ചേട്ടൻ അപ്പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് ഒരു വലിയ മീനിനെ ഞാൻ ഇവിടെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, ബീച്ചിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വന്നിരുന്ന് ഈ സൺസെറ്റോ സൺറൈസോ ഒക്കെ കണ്ട് നമ്മളും നമ്മളുടെ തോട്ട്സും മാത്രം ആരോടും സംസാരിക്കാണ്ട് അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇഷ്ടമാണോ അങ്ങനെ ഇരിക്കണേ? സമയം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ കുറച്ച് പേര് ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. മൂന്നും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഡിന്നർ, ആർക്കോ വില്ലേജ് മെൽക്കോ. ഒരു പാർക്ക് ഉണ്ട് ഇത്ര ഇതിൻ്റെ ഉള്ളില് മറ്റേ സിപ്പ് ലൈനിങ് ഉണ്ട്, പിന്നെ അതേ റോപ്പ് വേ ഉണ്ട്, പിന്നെ മീൻ കൊത്തുന്ന ഫിഷ് പെഡിക്യൂർ ഉണ്ട്, പിന്നെ അതേ പാമ്പിനെയൊക്കെ തോളത്തിടുന്ന ആനിമൽ ക്രൂവൽറ്റി ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇഗ്വാന ഉണ്ട്, എമു ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്, എന്തെല്ലോ കുറെ സാധനങ്ങളുണ്ട്, പിന്നെ കഴിക്കാനും പറ്റും. അപ്പൊ ഇതൊരു പ്രോപ്പർ ആർക്കോ വില്ലേജ് എന്നാണ് പറയണത്. അമ്മയും അച്ഛനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ, അവരുടെ ഡിന്നർ ഡേറ്റ്സിനൊക്കെ. ഇപ്പോൾ ഇത് ഞങ്ങളെയും കൂട്ടിയിട്ട് വന്നു. ഞങ്ങളും ഒരു 2-3 പ്രാവശ്യം വന്നു. ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ വരും, നടന്നിട്ട് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഹലോ ഇഗ്വാന, കിളികളൊക്കെ അവിടെയുണ്ട്, പാമ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്, എമോ ഉണ്ട് കേട്ടോ അവിടെ. ഹലോ
ഡ്രാഗണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഭയങ്കര രസമുള്ള സ്ഥലം. കുറച്ചേരം ഇങ്ങനെ നടക്കാം, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോവാം. ഒരു ഓൾ ഇൻ വൺ ആയിട്ടുള്ള സ്ഥലം അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആ പാർക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. കുറച്ച് ലൈവ് മ്യൂസിക് ഉണ്ട്, ഫൗണ്ടൻ ഉണ്ട്, ഇങ്ങനത്തെ ഡ്രാഗൺ ഉണ്ട്, ബോട്ടിംഗ് സെറ്റപ്പും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കോട്ടേജസും ഉണ്ട് കേട്ടോ, നമുക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. പെർ നൈറ്റ് കോസ്റ്റിന് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. സോ മൊത്തത്തിൽ ഇവിടെ ഓൾ ഇൻ വൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കൊള്ളാം. ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനേ ഫാമിലിയൊക്കെ ആയിട്ട്, എന്നിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ കോട്ടേജ് എടുത്തിട്ട് നിൽക്കാം. രസമുണ്ട് ഈ പരിപാടി, രസമുണ്ട്. അച്ചാടാ, 2 കുഞ്ഞു പിള്ളേർ നാടെന്ന് നോക്കിയേ. എനിക്ക് ഈ കുഞ്ഞിതായിരുന്നപ്പോഴത്തേക്കും സ്വിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റ് അടിച്ചിട്ട് ഞാനും ആടുകയാണ്. സാലഡ് പറഞ്ഞിരുന്നു. സോ അതാണിത്. ബീഫ് റോസ്റ്റ്, പൊറോട്ടാസ് ആൻഡ് നെമ്മീൻ കറി. മലേഷ്യ മീൻ കറി കേട്ടോ. മടക്കരെ പോയിട്ട് ഇവര് ഒന്നിച്ച് വാങ്ങുന്നതായിരിക്കും മീനെല്ലാം. മീന് ചാറ് മതി മതി. ഒരു വെജ് ഫ്രൈഡ് റൈസും കൂടി പറഞ്ഞു, കറി തീർക്കാൻ. അങ്ങനെ നമ്മളിത് ഇതൊന്നൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണല്ലോ. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പൂ പിച്ചാണ്. നാളെ ഓണമാണ്. ഓണപ്പൂക്കളത്തിൽ ഇടാനുള്ള പൂ പിച്ചാണ്. അച്ഛനല്ലേ, ഞാനും അച്ഛനും കൂടിയാണ് പൂവിറുക്കൽ പരിപാടികളൊക്കെ. അപ്പോ പുഴു വെച്ചായിരുന്നു. അപ്പോ നമുക്ക് അതിന് മാറ്റാൻ വേണ്ട. അപ്പോ നമുക്ക് ഇനി കുറച്ച് നേരത്തേക്കും അതിനുള്ള പൂക്കളത്തിലുള്ള ഡിസൈനൊക്കെ വരയ്ക്കണം. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി. അപ്പൊ എല്ലാവർക്കും എന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് വൈഷ എന്നോട് എക്സൈറ്റഡ് ആയിട്ട് വന്നൊരു കാര്യം പറഞ്ഞത്. നമ്മുടെ പൂവൊക്കെ എടുത്ത് കഴിഞ്ഞു. ഓണമായിട്ട് നല്ലൊരു ദിവസമായിട്ട് ചെറിയ സന്തോഷം കൂടി ആഡായിട്ടുണ്ട്. വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളുടെ ഈ കൊച്ചു ഫാമിലി 10K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ള ഹാപ്പി ന്യൂസ് അറിഞ്ഞിട്ട് ഞാൻ നേരെ പോയി നമ്മളുടെ ഓണപ്പൂക്കളം ഡിസൈൻ ചെയ്യാൻ കേട്ടോ. ഒരു കൊച്ചു ഡിസൈനാണ് വരയ്ക്കണേ. നമ്മളുടെ ഓണപ്പൂക്കളത്തിനുള്ള ഡിസൈൻ വരയ്ക്കുകയാണ്. വരച്ച് വെച്ചാൽ നാളെ രാവിലെ പൂക്കളിടാൻ എളുപ്പമല്ലേ. അപ്പൊ അതുകൊണ്ട് ഡിസൈനിലാണ്. പൂക്കളം ഡിസൈൻ ഇവിടെ ഫൈനലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും അച്ഛനും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ വരച്ചത്. നല്ലൊരു മഴയും പെയ്തു അതിനിടയ്ക്ക്. ഇതേ മഴ പെയ്ത് തോർന്നു. അമ്മ ഇടയ്ക്ക് വന്നിരുന്നു നോക്കാൻ. വൈഷു താഴത്തേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ കിഡ്ലൻ ഡിസൈൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സമയം എത്രയായി? 10 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പോയി കിടക്കാം. പൂക്കളം ഡിസൈൻ ചെയ്യണ സമയത്ത് ആ പരിസരത്തേക്ക് തിരിഞ്ഞു നോക്കാണ്ടിരുന്ന എൻ്റെ കെട്ടിയത്. പിന്നെ ഏതാണോ എൻ്റെ ഏരിയ? നാളെ വന്നാണ് കേട്ടോ പൂക്കളിടാൻ. ഓണത്തിന് മുന്നേ കുറച്ച് നെയിൽ പോളിഷ് ഇട്ട് വെച്ചേക്കാം. ഇത് നല്ല കിഡ്ലൻ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണിത്. അപ്പോൾ നമുക്ക് നെയിൽ പോളിഷ് ഇടാം. കിടക്കണ്ടേ? എന്താണത്? അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.